ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ബൺ നിറച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ടയും ചിക്കൻ മസാലയും ഒക്കെ ചേർത്ത് സ്റ്റഫ് ചെയ്തെടുക്കുന്ന ഈ ബൺ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഉപ്പും കുരുമുളകും വെള്ളവും ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ ചിക്കൻ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെയോ ഇതുപോലെ ഒന്ന് കീറിയെടുത്ത് വെക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്തിട്ട് ചിക്കൻ മാറ്റി വെക്കുക. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഏകദേശം 2 ടീസ്പൂൺ ഉണ്ടാവും. അല്പം കറിവേപ്പില അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് ഈ ഉള്ളി മസാലയ്ക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ചിക്കൻ നന്നായിട്ട് വെന്തതുകൊണ്ട് കൂടുതൽ വേവിക്കണം എന്നില്ല. മിക്സ് ചെയ്തതിന് ശേഷം അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ട ഇതുപോലെ ഓരോന്നും പകുതിയായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഞാനിവിടെ 3 ബൺ എടുത്തിട്ടുണ്ട്. ഈ ബൺ ഓരോന്നും നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നടുവിൽ നിന്നും കട്ട് ചെയ്ത് ഓരോന്നും ഈ 2 എണ്ണമാക്കി എടുക്കാം. 3 ബണ്ണും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ബണ്ണും എടുത്ത് ഇതിൻ്റെ നടുവിലായിട്ട് ഓരോ കീറലിട്ട് കൊടുക്കണം. എന്നിട്ട് അല്പം ഒന്ന് അകത്തി പിടിച്ച് ഒരു പോക്കറ്റ് പോലെ ആക്കി എടുക്കണം. ഇതുപോലെ നടുവിലായിട്ട് 2 സൈഡും കട്ടാവാതെ ശ്രദ്ധിക്കണം. നടുവിലായിട്ട് ഒരു കീറൽ കൊടുത്തതിന് ശേഷം ഒരു പോക്കറ്റ് പോലെ ആക്കി എടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട ഒരു പീസ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബൺ പൊട്ടാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ മസാല ഈ മുട്ടയുടെ മുകളിൽ വെച്ച് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം മസാല ഇതിൽ കൊള്ളുന്നുണ്ട്. ഇത് നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല ഇളകി പോവും. അങ്ങനെ ഒരു ബൺ നിറച്ചത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ ബണ്ണും നമുക്ക് നിറച്ചെടുക്കാം. മുട്ടയും ചിക്കൻ മസാലയും വെച്ചിട്ട് ഓരോ ബണ്ണും നിറച്ചെടുക്കാം. 6 പീസ് ബണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കൊരു മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം. ഞാനൊന്നും ചേർക്കുന്നില്ല. ഇനി പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ബട്ടർ അല്ലെങ്കിൽ പശുവിൻ നെയ്യ് ഉപയോഗിച്ചാലും മതി. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ പീസ് ബണ്ണും
ബീറ്റ് ചെയ്തെടുത്ത് മുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മുട്ടയിൽ നന്നായിട്ട് മുക്കിയെടുക്കാം. നിറച്ച ഭാഗം മാത്രം മുക്കിയാൽ മതി, എല്ലാ ഭാഗവും മുക്കണം എന്നില്ല. നിറച്ച ഭാഗം മാത്രം ഒന്ന് മുട്ടയിൽ മുക്കിയതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവൻ ബണ്ണും നമുക്ക് ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല നിറച്ചത് ഇളകിപ്പോകുന്നുള്ള പേടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മുട്ട ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി, മുക്കണം എന്നില്ല. നന്നായിട്ട് പ്രസ് ചെയ്താൽ മസാല ഇളകി പോകുന്നില്ല. ചിലപ്പോൾ ഇളകി വരുന്നത് പോലെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ബൺ മുഴുവൻ ഞാൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ചെറിയ തീയിലൊന്ന് ഒരു ഭാഗം ഫ്രൈ ചെയ്തെടുക്കുക. മുട്ട മുക്കിയ ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ സമയം വെക്കരുത്, മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. മുട്ട മുക്കിയ ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ബണ്ണിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഈ ബട്ടറിലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി, കൂടുതൽ സമയം മറ്റുള്ള ഭാഗം ഫ്രൈ ചെയ്യണമെന്നില്ല. മുട്ടയുള്ള ഭാഗം മാത്രം ഒന്ന് കുറച്ചധികം സമയം ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗവും ഒന്ന് ബട്ടറിൽ ചൂടാക്കിയെടുക്കാം. എല്ലാ ഭാഗവും ഞാൻ ഇതുപോലെ പാനിലിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ബൺ നിറച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. മുട്ടയും ചിക്കൻ മസാലയും ഒക്കെ കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്